ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ മേരിക്കുട്ടി, രാജസ്ഥാൻ. ആദ്യത്തെ ചോദ്യം: നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇത് ഏത് സഭയെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം: ഫിലദൽഫിയ സഭയെക്കുറിച്ച്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: എലീശ പ്രവാചകൻ ജാതിയെ മുഴുവൻ അന്ധത പിടിപ്പിച്ച സ്ഥലം ഏതാണ്? ഉത്തരം: ദോഥാൻ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം: ബെയോരിന്റെ മകനായ ബേല ഭരിച്ച പട്ടണം ഏതാണ്? ഉത്തരം: ദിൻഹാബ. 1 ദിനവൃത്താന്തം 1-ാം അധ്യായം 43-ാം വാക്യം. അടുത്ത ചോദ്യം: യെഹെസ്കേൽ പ്രവാചകൻ സ്തംഭിച്ചുകൊണ്ട് 7 ദിവസം പാർത്തത് എവിടെയാണ്? ഉത്തരം: കേബാർ നദീതീരത്ത് തേൽ അബീബിൽ. യെഹെസ്കേലിന്റെ പ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ ശ്വാസോച്ഛ്വാസം ചെയ്ത മനുഷ്യൻ ആരായിരുന്നു? ഉത്തരം: മെതൂശലഹ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 27-ാം വാക്യം. അടുത്ത ചോദ്യം: ആരെ സദൃശ്യമാക്കിയുള്ള ഉപമയിലാണ് യേശു മോതിരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മുടിയനായ പുത്രനെ കുറിച്ചുള്ള ഉപമയിൽ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ളത് ആരുടെ പേരിലാണ്? ഉത്തരം: മഹേർ ശാലാൽ ഹാഷ്ബസ്. യെശയ്യാവിന്റെ പ്രവചനം 8-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ജീവിതത്തിലും മരണത്തിലും ദാവീദിനോടുകൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച ഭൃത്യൻ ആരാണ്? ഉത്തരം: ഇത്ഥായി. 2 ശമൂവേൽ 15-ാം അധ്യായം 21-ാം വാക്യം. അടുത്ത ചോദ്യം: മരുഭൂമിയിൽ കഴുതകളെ മേയ്ക്കുമ്പോൾ ആദ്യമായി ചൂടുറവകളെ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഉത്തരം: അന. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത ചോദ്യം: മലയിലെ പ്രസംഗത്തിന് ശേഷം യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്തായിരുന്നു? ഉത്തരം: കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: വൃക്ഷത്തിൽ തൂക്കിക്കൊല്ലപ്പെട്ട മക്കളെ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ദിവസങ്ങളോളം പാറമേൽ കാവലിരുന്ന മാതാവ് ആരാണ്? ഉത്തരം: റിസ്പ. 2 ശമൂവേൽ 21-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം: ജ്ഞാനം അന്വേഷിക്കുന്ന ജാതി ഏതാണ്? ഉത്തരം: യവനന്മാർ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം: നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുന്നത് ആരാണ്? ഉത്തരം: നാവ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: ഒരു രാജാവ് ദിനവൃത്താന്ത പുസ്തകം വായിക്കുകയാൽ രാജവസ്ത്രവും രാജകിരീടവും ബഹുമാനവും കിട്ടിയ പുരുഷൻ ആരാണ്? ഉത്തരം: മൊർദെഖായി. എസ്തേറിന്റെ പുസ്തകം 2 മുതൽ 11 വരെ. അടുത്ത ചോദ്യം:
ഞാൻ എൻ്റെ കാലുകളെ വെള്ളം കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 29 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം. ഒരു സുവിശേഷത്തിൽ യേശു പറഞ്ഞു, മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന്. പറഞ്ഞതാരോട്? സുവിശേഷം ഏതാണ്? ഉത്തരം കുഷ്ഠരോഗിയോട്. സുവിശേഷം മത്തായി. മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം. സ്വന്തം പുത്രനെ ശമ്പളത്തിന് വളർത്തിയ മാതാവ് ആരാണ്? ഉത്തരം യോഖേബേദ്. പുറപ്പാട് പുസ്തകം 2 അധ്യായം 9, 6 അധ്യായം 20. മോശയുടെ മാതാവ്. അടുത്ത ചോദ്യം. പെരുവെള്ളത്തിനു മീതെ ഇരുന്ന രാജ്ഞി ആരാണ്? ഉത്തരം മഹദിയാം ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം. 1,20,000 ചില്ലുവാനും മനുഷ്യനും മൃഗങ്ങളും ഉള്ള മഹാനഗരമെന്ന് യഹോവ പറഞ്ഞ നഗരം ഏതാണ്? ഉത്തരം നിനവേ. യോനയുടെ പ്രവചനം 4 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം. മറ്റുള്ളവരെ അംഗീകരിക്കാതെ സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ യോഹന്നാന്റെ ലേഖനത്തിൽ കാണാം. അത് ആരാണ്? ഉത്തരം ദിയോത്രഫേസ്. യോഹന്നാന്റെ 3 ലേഖനം 9, 10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം. വെളിപ്പാടുണ്ടായി 3 ആണ്ടിന് ശേഷം പൗലോസ് മുഖപരിചയമാകേണ്ടതിന് 15 ദിവസം യെരുശലേമിൽ താമസിച്ചത് ആരോടൊപ്പമായിരുന്നു? ഉത്തരം കേഫാവിനോടൊപ്പം. ഗലാത്യ ലേഖനം 1 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം. കാര്യത്തിന്റെ തീർച്ചയ്ക്ക് അല്ലെങ്കിൽ ഉറപ്പിന് സർവപ്രധാനമായ കാര്യം എന്താണ്? ഉത്തരം ഐക്യമത്യം. 1 പത്രോസ് 3 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം. ഇതാ എൻ്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 35 വാക്യം. അടുത്ത ചോദ്യം. കാസിഫ്യ എന്ന സ്ഥലത്തിന്റെ പ്രധാനി ആരായിരുന്നു? ഉത്തരം ഇദ്ദോ. എസ്രയുടെ പുസ്തകം 8 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം. ഉസിയ രാജാവ് യഹൂദ ഭരിച്ചിരുന്ന സമയം ഉണ്ടായിരുന്ന പ്രവാചകൻ ആരാണ്? ഉത്തരം ആമോസ്. ആമോസിന്റെ പ്രവചനം 1 അധ്യായം 1 വാക്യം. ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.